ഈസി ആയിട്ട് ഒരു അടിപൊളി ഫിഷ് കറി ഉണ്ടാക്കിയാലോ. ആദ്യം ഇതിനാവശ്യമായിട്ടുള്ള ചെറുള്ളി, സവോള, പച്ചമുളക്, ഒരു തക്കാളി ഇത്രയും ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതും അല്പം കറിവേപ്പില കൂടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുള്ളിയും സവോളയും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഒരു 3-4 ചെറിയ കഷ്ണം കുടംപുളി ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം കടുകും ഉലുവയും ചേർക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കുക. കൂടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ മസാലകളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പച്ചമുളകും കൂടി ചേർത്തിട്ട് പുളിയും കൂടി ഇട്ട് അടച്ചു വെച്ച് വീണ്ടും ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം. ഇവിടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഫിഷ് കുക്കായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ഫിഷ് കറി റെഡി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ. താങ്ക്